ഹായ് ഗെയ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ കളക്ഷൻ്റെ ബുക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും സമയം അങ്ങ് പോയി, ശ്രദ്ധിച്ചില്ലല്ലേ? അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞത്? പിന്നെ ഇതാണ് മെയിൻ ഹൈലൈറ്റ്. നോക്കിക്കേ, വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇതേപോലെ ഇതൊക്കെ വെട്ടിയെടുക്കേണ്ടതാണ്. ഇതേപോലത്തെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് സ്റ്റിക്കേഴ്സാണേ. ഓക്കെ എന്നും വാവും എന്നും അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള സ്റ്റിക്കറുണ്ട്. പിന്നെ നോക്കിക്കേ, ഇത് കണ്ണിൻ്റെയും കൈയുടെയും കാലിൻ്റെയും ഒക്കെ സ്റ്റിക്കറുണ്ട്. എല്ലാം അടിപൊളിയാണേ. ആ സ്റ്റിക്കേഴ്സാണ് നല്ല ഭംഗിയുള്ളത്. പിന്നെ ഇതും നല്ല ഭംഗിയുണ്ട്. എല്ലാം അടിപൊളിയാണ്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി കളക്ഷൻ, ജേണലൊക്കെ ചെയ്യുന്നവർക്ക് അടിപൊളി. ഇത്രയും ഡിസൈൻ വാൾപേപ്പേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. കണ്ടില്ലേ? ഇത് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇത്രയും കിട്ടും. നല്ല അഫോർഡബിൾ റേറ്റാണ്. അടുത്ത മെർമെയ്ഡിൻ്റെ ഇതെൻ്റെ ഞാനല്ല കീറി പറിച്ചിട്ടത്, എൻ്റെ ഒരു കസിനാണ് ഇത് കീറിയിട്ടത്. ഞാനല്ല കേട്ടോ, സത്യമായിട്ട് ഞാനല്ല, എൻ്റെ ഒരു കസിൻ. മെർമെയ്ഡ് തീമിലുള്ള ഒരു അടിപൊളി സ്റ്റിക്കർ ബുക്കാണ്. മെർമെയ്ഡിൻ്റെ എല്ലാം ഉണ്ട്, കടലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഉണ്ട്. അടുത്തത് ഒരു ഫ്രോസൺ തീമിലുള്ളതാണ്. ഇത് കണ്ടില്ലേ? ഫ്രോസണിൻ്റെ മിക്കുണ്ട്. എൽസ ഫ്രോസൺ ആയിട്ടുള്ളതുണ്ട്. പിന്നെ അവരുടെ ഒരു പെറ്റ് പോലത്തില്ലേ, എൽസയും ആനയും ഉണ്ട്. എല്ലാവരും ഉണ്ട് അതിൽ. മറ്റൊരു കാളയില്ലേ, അതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. എനിക്ക് പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് ആകെ പരിചയമുള്ളത് എൽസേനെ ആനേനെ മാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ ഇത് സംഭവം ഇതിൽ 12 ഷീറ്റ്സാണ്. മറ്റേ കുറോമിയുടെയൊക്കെ നമ്മൾ കണ്ടില്ലേ, അതേപോലത്തെ. ആൻഡ് ഫൈനൽ സ്റ്റിച്ചിൻ്റെ ഏഞ്ചലിൻ്റെയും വീണ്ടും കണ്ടില്ലേ. അപ്പോൾ ഇത്രയും സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമുക്ക് ആ ഒരു ഒറ്റ ബുക്കിൽ തന്നെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആ ഒറ്റ ബുക്കിൽ തന്നെ 1001 സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 2000 സ്റ്റിക്കേഴ്സ് എങ്കിലും വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്തോന്ന് തോന്നുന്നു അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്. ടാറ്റാ.